സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, പ്രാഥമിക നിഗമനം എന്താണ്? ഞാനിപ്പോൾ ഉള്ളത് വാൻഡ്രോസ് ദിൽച്ചലിലെ അരോമ ക്ലാസിക് ഹോളിഡേയ്സ് എന്ന ഹോട്ടലിന് മുമ്പിലാണ്. ഈ ഹോട്ടലിലാണ് കഴിഞ്ഞ 26-ാം തീയതി ദിലീപ് ശങ്കർ മുറിയെടുക്കുന്നത്. 3 ദിവസമായി അദ്ദേഹം ഇവിടെ തന്നെ 3 ദിവസം മുമ്പാണ് അവസാനമായി അദ്ദേഹത്തെ കണ്ടത് എന്നാണ് ഈ ഹോട്ടലിലെ ജീവനക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കരൾ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ നടക്കുന്നുമുണ്ടായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ഹോട്ടലിൽ റൂം എടുത്തത്. 26-ാം തീയതിയാണ് അദ്ദേഹത്തെ അവസാനമായി പുറത്ത് കണ്ടത് എന്നാണ് ഹോട്ടൽ ജീവനക്കാരടക്കം വ്യക്തമാക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് എത്തി വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് അസ്വാഭാവികതകൾ ഒന്നും ഇല്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, അവസാനമായി അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിൻ്റെ സംവിധായകനടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുമായി അവർ സംസാരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ പരിശോധനകത്ത് നടക്കുകയാണ്. പുറത്ത് വലിയ തരത്തിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ജീവനക്കാർ എത്തി പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മുറി തുറന്ന് പരിശോധിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റ് പരിശോധനകളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങൾ തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. കന്റോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ അകത്തെ മുറിയിൽ പരിശോധന വിശദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുന്നു. നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ ഹോട്ടലിൽ കണ്ടെത്തിയിരിക്കുന്നു.